അധ്യായം 32 അസ്സജദ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 30. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അലിഫ് ലാം മീം. ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രപഞ്ചനാഥനിൽ നിന്നാണ്, ഇതിലൊട്ടും സംശയമില്ല. അം യഖൂലൂന ഇഫ്തറാഹ് ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക ലിതുൻസിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. അതല്ല, ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചുവെന്നാണോ അവർ പറയുന്നത്? എന്നാൽ ഇത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. നിനക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ലാത്ത ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനാണിത്. അവർ നേർവഴിയിലായേക്കാമല്ലോ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് മാ ലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ് അഫലാ തതദക്കറൂൻ. 6 നാളുകളിലായി ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. പിന്നെ അവൻ സിംഹാസനസ്ഥനായി. അവനൊഴികെ നിങ്ങൾക്കൊരു രക്ഷകനോ ശുപാർശകനോ ഇല്ല. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി സുമ്മ യഅ്റുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനതിൻ മിമ്മാ തഉദ്ദൂൻ. ആകാശം മുതൽ ഭൂമി വരെയുള്ള സകല സംഗതികളെയും അവൻ നിയന്ത്രിക്കുന്നു. പിന്നീട് ഒരു നാൾ ഇക്കാര്യം അവങ്കലേക്കുയർന്നു പോകുന്നു. നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലത്തിന്റെ ദൈർഘ്യമുണ്ട് ആ നാളിന്. ذلك عالم الغيب والشهادة العزيز الرحيم. ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാണവൻ, പ്രതാപിയും പരമദയാലുവുമാണ്. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. താൻ സൃഷ്ടിച്ച ഏതും അന്യൂനം സുന്ദരമായി സൃഷ്ടിച്ചവൻ. അവൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യ സൃഷ്ടി ആരംഭിച്ചു. ثم جعل نسله من سلالة من ماء مهين. പിന്നെ അവന്റെ സന്താന പരമ്പരയെ നിസാരമായ വെള്ളത്തിന്റെ സത്തിൽ നിന്നുണ്ടാക്കി. ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. പിന്നീട് അവനെ വേണ്ട വിധം സന്തുലനപ്പെടുത്തി തന്റെ ആത്മാവിൽ നിന്ന് അതിലൂതി നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നു. എന്നിട്ടും നന്നെ കുറച്ചേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. അവർ ചോദിക്കുന്നു, ഞങ്ങൾ മണ്ണിൽ ലയിച്ചില്ലാതായാൽ പോലും പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്നോ? അവർ തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുമെന്നതിനെ തള്ളിപ്പറയുന്നവരാണ്. قُلْ يَتَوَفَّاكُم مَلَكُ الْمَوْتِ الَّذِي وُكِّلَ بِكُمْ ثُمَّ إِلَى رَبِّكُمْ تُرْجَعُونَ. പറയുക, നിങ്ങളുടെ കാര്യമേൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കും.
പിന്നീട് നിങ്ങൾ നിങ്ങളുടെ നാഥങ്കലേക്ക് മടക്കപ്പെടും. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. കുറ്റവാളികൾ തങ്ങളുടെ നാഥന്റെ അടുത്ത് തല താഴ്ത്തി നിൽക്കുന്നത് നീ കണ്ടിരുന്നെങ്കിൽ അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ എല്ലാം നേരിൽ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. അതിനാൽ നീ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ, ഞങ്ങൾ നല്ലത് ചെയ്തുകൊള്ളാം. ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം നന്നായി ബോധ്യമായിരിക്കുന്നു. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ എല്ലാ ഓരോരുത്തർക്കും നേർവഴി കാണിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ നമ്മിൽ നിന്നുണ്ടായ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ജിന്നുകളാലും മനുഷ്യരാലും ഞാൻ നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനം. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. നിങ്ങളുടെ ഈ നാളുമായുള്ള കണ്ടുമുട്ടൽ നിങ്ങൾ മറന്നുകളഞ്ഞതിനാൽ അതിന്റെ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. നിശ്ചയമായും നാം നിങ്ങളെയും മറന്നിരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായുള്ള ശാശ്വത ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. നമ്മുടെ വചനങ്ങൾ വഴി ഉദ്ബോധനം നൽകിയാൽ സുജൂദ് ചെയ്യുന്നവരും തങ്ങളുടെ നാഥനെ വാഴ്ത്തുന്നവരും കീർത്തിക്കുന്നവരും മാത്രമാണ് നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ. അവരൊട്ടും അഹങ്കരിക്കുകയില്ല. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. പേടിയോടും പ്രത്യാശയോടും കൂടി തങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കാനായി കിടപ്പിടങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഉയർന്ന് അകന്നു പോകും. നാം അവർക്ക് നൽകിയതിൽ നിന്നവർ ചെലവഴിക്കുകയും ചെയ്യും. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ആർക്കുമറിയില്ല തങ്ങൾക്കായി കൺകുളിർപ്പിക്കുന്ന എന്തൊക്കെയാണ് രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതെന്ന്. അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമാണ് അതെല്ലാം. أفمن كان مؤمنا كمن كان فاسقا لا يستوون. അല്ല, സത്യവിശ്വാസിയായ ഒരാൾ തെമ്മാടിയെപ്പോലെയാണെന്നോ അവർ ഒരുപോലെയാവുകയില്ല. أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പാർക്കാൻ സ്വർഗത്തോപ്പുകളുണ്ട്. അവരുടെ കർമ്മഫലമായുള്ള വിരുന്നാണത്. وَأَمَّا الَّذِينَ فَسَقُوا فَمَأْوَاهُمُ النَّارُ كُلَّمَا أَرَادُوا أَن يَخْرُجُوا مِنْهَا أُعِيدُوا فِيهَا
وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. എന്നാൽ തെമ്മാടിത്തം കാണിച്ചവരുടെ താവളം നരകത്തീയാണ്. അവരതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവരെ അതിലേക്ക് തന്നെ തിരിച്ചയക്കും. അവരോടിങ്ങനെ പറയും, നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന ആ നരകശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. وَلَنُذِيقَنَّهُم مِّنَ الْعَذَابِ الْأَدْنَىٰ دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. ഏറ്റവും വലിയ ആ ശിക്ഷ കൂടാതെ ഇഹലോകത്ത് ചില ചെറിയ ശിക്ഷകൾ നാം അവരെ അനുഭവിപ്പിക്കും. ഒരു വേള അവർ സത്യത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലോ. وَمَنْ أَظْلَمُ مِمَّنْ ذُكِّرَ بِآيَاتِ رَبِّهِ ثُمَّ أَعْرَضَ عَنْهَا إِنَّا مِنَ الْمُجْرِمِينَ مُنْتَقِمُونَ. തന്റെ നാഥന്റെ വചനങ്ങളിലൂടെ ഉദ്ബോധനം ലഭിച്ച ശേഷം അവയെ അവഗണിച്ചവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അത്തരം കുറ്റവാളികളോട് നാം പ്രതികാരം ചെയ്യും, തീർച്ച. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَلَا تَكُنْ فِي مِرْيَةٍ مِّن لِقَائِهِ وَجَعَلْنَاهُ هُدًى لِبَنِي إِسْرَائِيلَ. സംശയമില്ല, മൂസാക്ക് നാം വേദം നൽകിയിട്ടുണ്ട്. അതിനാൽ ഇത്തരമൊന്ന് ലഭിക്കുന്നതിൽ നീ ഒട്ടും സംശയിക്കേണ്ടതില്ല. ഇസ്രയേൽ മക്കൾക്ക് നാം അതിനെ വഴികാട്ടിയാക്കുകയും ചെയ്തു. وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ. അവർ ക്ഷമ പാലിക്കുകയും നമ്മുടെ വചനങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് നമ്മുടെ കൽപ്പനയനുസരിച്ച് നേർവഴി കാണിക്കുന്ന നേതാക്കന്മാരെ നാം ഉണ്ടാക്കി. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അവർ പരസ്പരം ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിന്റെ നാഥൻ തീർപ്പു കൽപ്പിക്കും. അവലം യഹ്ദി ലഹും കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാത് അഫലാ യസ്മഊൻ. ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം തകർത്തു കളഞ്ഞിട്ടുണ്ട്. അവരുടെ പാർപ്പിടങ്ങളിലൂടെയാണ് ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവർക്കത് നേർവഴി കാണിക്കുന്ന ഗുണപാഠമാകുന്നില്ലേ? തീർച്ചയായും അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ടും ഇവർ കേട്ടറിയുന്നില്ലേ? അവലം യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർദിൽ ജുർസി فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون. ഇവർ കാണുന്നില്ലേ? വരണ്ട ഭൂമിയിലേക്ക് നാം വെള്ളമെത്തിക്കുന്നു, അതുവഴി വിളവുൽപാദിപ്പിക്കുന്നു. അതിൽ നിന്ന് ഇവരുടെ കാലികൾക്ക് തീറ്റ ലഭിക്കുന്നു, ഇവരും ആഹരിക്കുന്നു. എന്നിട്ടും ഇക്കൂട്ടർ കണ്ടറിയുന്നില്ലേ? വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സാദിഖീൻ. ഇവർ ചോദിക്കുന്നു, ആ തീരുമാനം എപ്പോഴാണുണ്ടാവുക? നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉൽ ലദീന കഫറൂ ഈമാനുഹും വലാ ഹും യുൻദറൂൻ. പറയുക, ആ തീരുമാനം നടപ്പിൽ വരും നാൾ നിശ്ചയമായും സത്യനിഷേധികൾക്ക് വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവുമുണ്ടാവുകയില്ല. അവർക്ക് ഇനിയൊരവധി നീട്ടിക്കൊടുക്കുകയുമില്ല. ഫഅഅ്രിദ് അൻഹും വൻതദിർ ഇന്നഹും
ينتظرون. അതിനാൽ അവരെ നീ അവഗണിക്കുക, അവരുടെ പര്യവസാനത്തിനായി കാത്തിരിക്കുക. തീർച്ചയായും അവരും കാത്തിരിക്കുന്നവരാണ്.